ആ ടിവി വെച്ചു കൊടുക്ക്. എന്താ ടിവിയില്? നിന്റെ അനുചേച്ചി ഇപ്പൊ കാണാം അവളെ ടിവിയില്. അനുചേച്ചിയോ? അനുചേച്ചി എന്തിനാ ടിവി കാണിക്കുന്ന? ചിന്നു തിരിച്ചു വരണം, വീണ്ടും ഗ്രൗണ്ടിൽ ഇറങ്ങണം, മത്സരിക്കണം. നിന്റെ അമ്മ തന്നെയായിരിക്കും ഇവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നിന്നെ രക്ഷിക്കാൻ ഇങ്ങനെ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതും ലക്ഷ്മി തന്നെയായിരിക്കും. ബാക്കി കൂടി കാണടി. ജന്മം കൊടുത്താൽ മാത്രമല്ലല്ലോ, അല്ലാതെയും ഒരു സ്ത്രീക്ക് അമ്മയാകാലോ. അങ്ങനെ ചിന്നുവിനെ സ്നേഹിച്ച ഒരാള് എന്റെ ലക്ഷ്മി എടുത്തി. അമ്മ പോലെ അല്ല അനുചേച്ചി. ലക്ഷ്മി അമ്മ എന്റെ അമ്മ തന്നെയാ. എന്നെ നഷ്ടപ്പെട്ടപ്പോ എന്റെ അമ്മ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവുന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ എന്റെ അമ്മയ്ക്ക് അത്രക്കിഷ്ട. ഹീരയല്ലാതെ മറ്റൊരു ശത്രുവും ചിന്നുവിനില്ല. കേട്ടോടി, കേട്ടോടി നിന്റെ അനുചേച്ചി പറഞ്ഞത്. എന്ത് ധൈര്യത്തിലാടി അവള് പിന്നെയും പിന്നെ എന്റെ പേര് പറയുന്നത്. നിന്നെ തട്ടിക്കൊണ്ടുപോയ കാര്യത്തിൽ പോലീസിനിപ്പോ എന്നെ സംശയമുണ്ട്. അവരെന്നെ അന്വേഷിച്ച് വരും. അപ്പോ ഞാൻ പേടിച്ച് ഓടി ഒളിക്കുന്നാണോ നിന്റെ അനുചേച്ചി കരുതിയിരിക്കുന്നേ? ഇല്ല ഹീരമേ, പോലീസിന് ഒരിക്കലും ഹീരമെ കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ എന്തിനാ ഹീരമ ഓടി ഒളിക്കുന്ന? നോക്കിക്കോ ശരത്തേട്ടാ, ഇനി എത്രയും വേഗം നമുക്ക് നമ്മുടെ ചിന്നുവിനെ തിരിച്ചു കിട്ടും. അനു, ഒന്നും ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ അതുകൊണ്ടുണ്ടാവുന്ന അപകടങ്ങളും വലുതായിരിക്കും. നീ എന്തിനാണ് ചാനലിലേക്ക് പോകുന്നതെന്ന് ഞാൻ ഒരുപാട് തവണ നിന്നോട് ചോദിച്ചതല്ലേ. അപ്പൊ നീ എന്നോടൊന്നും പറഞ്ഞില്ല. നീ നിന്റെ ഇഷ്ടത്തിനാണ് ഹീരയുടെ പേര് അവിടെ വിളിച്ചു പറഞ്ഞത്. ശരത്തേട്ടാ, അതിനിപ്പോ എന്താ കുഴപ്പം? ശരത്തേട്ടൻ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാനെന്തോ തെറ്റ് ചെയ്തെന്ന്. ചിന്നുവിന് ഈ ലോകത്തുള്ള ഏക ശത്രു ഹീര മാത്രോ? അനു, പറയുന്നൊന്ന് മനസ്സിലാക്ക. നീ കാണിച്ചതൊരു മണ്ടത്തരമായിരുന്നു ഞാൻ പറഞ്ഞത്. ശരത്തേട്ടാ, ഇതിലെന്താ മണ്ടത്തരം? മോഷണം നടത്തിക്കാൻ വേണ്ടിയാണല്ലോ ഹീര ചിന്നുവിനെ തട്ടിക്കൊണ്ടുപോയത്. പണത്തിന് വേണ്ടിയാണല്ലോ അവര് മോഷണം നടത്തിക്കുന്നത്. അപ്പോ ആ പണം നമ്മൾ കൊടുക്കുന്നു പറഞ്ഞാ അവര് ചിന്നുവിനെ വെറുതെ വിടുമല്ലോ. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആ ടിവി പ്രോഗ്രാം ഹീര കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ചിന്നുവിനെ ഉപദ്രവിക്കും. എല്ലാരും കേൾക്കാൻ നീ അവളുടെ പേര് പറഞ്ഞത് അവൾ ക്ഷമിക്കോ? അവര് ചോദിക്കുന്ന പണം കൊടുക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്. അവരുടെ ആവശ്യം അത് തന്നെ ആയിരിക്കും. അവരെത്ര ചോദിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ചെറിയ തുകയൊന്നും അവള് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ തുകയാണ് ചോദിക്കുന്നെങ്കിൽ അത് നമ്മൾ എങ്ങനെ കൊടുക്കും? അവര് വലിയ തുകയൊക്കെ ചോദിക്കോ? എന്ത് ധൈര്യത്തിലാ അവൾ എന്ത് കൊടുക്കുന്നു ടിവിയിലൂടെ പറഞ്ഞത്? ഹീരയെ ആള്. അവൾ ഈ കുടുംബത്തിന്റെ സർവ്വ സമ്പാദ്യങ്ങളും ചിന്നുവിന് പകരമായിട്ട് കൊടുക്കാൻ ചോദിക്കും. കൊടുക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ഇപ്പോഴേ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ എപ്പോഴാ ആലോചിക്കേണ്ടത്? ഹീര പണം ചോദിച്ചു കഴിഞ്ഞിട്ടോ? ലക്ഷങ്ങൾ അവള് ചോദിക്കും. ഒരു ദിവസം സമയവും തരും. എന്ത് ചെയ്യും? ഹീര എത്ര ലക്ഷം ചോദിച്ചാലും കൊടുക്കാന്നുള്ള ധൈര്യം ഇവിടെയുള്ളവർക്കുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏട്ടത്തി തൽക്കാലം അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. പണത്തിന്റെ കാര്യങ്ങള് മറ്റുള്ളവർ ആലോചിച്ചോളൂ. ആലോചിച്ചോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് അനു ഒറ്റ ഒരുത്തിയാ. അവൾ വേണ്ടാത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അനു ചെയ്ത തന്നെ ശരി. അനു അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ഹീരയ്ക്ക് പണം ചോദിക്കാലോ. അതെങ്ങനെ ഹീര പണം ചോദിക്കുന്നത്? ചിന്നു നമ്മുടെ ആരുമല്ലെന്ന് ഹീരയ്ക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളപ്പോ ചിന്നുവിന് വേണ്ടി നമ്മൾ പണം കൊടുക്കില്ലെന്ന് ഹീരയ്ക്ക് ഉറപ്പാ. ഇതിപ്പോ അനു ടിവിയിലൂടെ പറഞ്ഞത് ഹീര ശരിക്കും മുതലെടുക്കും. ഹീര ഇതുവരെ പണം ചോദിച്ചിട്ടില്ല. അത് കേട്ടിട്ടാണെങ്കിലും അല്ലെങ്കിലും ഹീരയ്ക്ക് പണം കൊടുത്തല്ലേ പറ്റൂ. അപ്പോ അതിനുള്ള ഏർപ്പാട് ഉണ്ടാക്കിയേ പറ്റൂ. പണം കൊടുക്കാൻ പോകുന്നത് ആരാ? നീയാണോ? പ്രകാശ് പണം തന്നാ എന്താ കുഴപ്പം? പ്രകാശേ, ഞാൻ ചോദിച്ച നിന്റെ അഭിപ്രായം. അമ്മേ, ഈ കാര്യത്തിൽ അമ്മയുടെ തീരുമാനം എന്താ? ഞാൻ ഇതിനൊക്കെ എന്തു പറയാനാ? സാധാരണ നിങ്ങൾ അച്ഛനും മക്കളും കൂടിയല്ലേ എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കാറുള്ളത്. അനു കാണിച്ചത് മണ്ടത്തരവാ. സുഭദ്രടുത്തി, ചിന്നുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൾ അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും. അതിന് അനുവിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അങ്ങനെയല്ല ജാനകി, അനു അങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല.
ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപ് 1000 വട്ടം ആലോചിക്കണം. അമ്മേ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹീര പണം ചോദിച്ചാൽ കൊടുക്കണം, അല്ലാതെ വേറെ വഴിയില്ല. വലിയ തുക വലുതുമാണ് ഹീര ചോദിക്കുന്നതെങ്കിലോ? എത്ര ചോദിച്ചാലും കൊടുക്കണം. ഡാ, നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അമ്പിയടുത്തി ആദ്യം ഹീര വിളിക്കട്ടെ, അത് കഴിഞ്ഞ് തീരുമാനിച്ച പോരെ പണത്തിന്റെ കാര്യം. ഏട്ടത്തി, ഒരു കാര്യം ഞാൻ പറയാം. ഏട്ടന്റെ കയ്യിലുള്ള സ്വത്തുക്കൾ എവിടുന്നോ തെണ്ടി തിരിഞ്ഞു വന്ന ഒരു പെണ്ണിന് വേണ്ടി തൊലച്ചു കളയണോ? ഏട്ടത്തി ഒന്ന് ആലോചിച്ച് നോക്ക്.